മധുരം ജീവാമൃതബിന്ദു ഹൃദയം താഴും ലയസിന്ധു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച അല്ലേ, എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫേസ് ടു ഫേസ് വീഡിയോയിലേക്ക് വരുന്നത്. ഇത്രയും നാളും ആദ്യമൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ ഒരു താല്പര്യമില്ലായ്മയായി കേട്ടോ. മനുഷ്യൻ്റെ എപ്പോഴും മനസ്സ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇന്നൊരു ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമില്ല. ഇന്നൊരു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി, ഞാനും പിള്ളേരും പള്ളിയിൽ പോയി. പിന്നെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇത് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിക്കെടുത്ത കുറച്ച് വീഡിയോസാണ്. ഇതുണ്ട്, മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് മുഴുവൻ നല്ല ഭംഗിയുള്ള ഹൈഡ്രാഞ്ചി കണ്ടില്ലേ, പല പല കളറ്, പിന്നെ ചെറിയ ചെറിയ കായ്കളും ഒക്കെ. എന്ത് രസമുണ്ടല്ലോ ഇതൊക്കെ കാണാൻ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ് കേട്ടോ. ഇതുണ്ട്, മുറ്റമൊക്കെ നനഞ്ഞാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ പള്ളിയിൽ പോയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. പിന്നെ കുടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുടയൊക്കെ ചൂടി പിള്ളേരുടെ 2 പൂക്കുടയും എൻ്റെ ഒരു സാധാരണ കുടയൊക്കെ ചൂടിയാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ വല്ല കാലത്തും ഈ പൂക്കുടയൊക്കെ ചൂടി പോകുമ്പോൾ ഉണ്ടല്ലോ, പിള്ളേർക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നാട്ടിൻപുറത്തൂടെ ഈ കുടയൊക്കെ ചൂടി പള്ളിയിലും സ്കൂളിലും ഒക്കെ പോയ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇതുണ്ട്, നമ്മുടെ കുളത്തിലൊക്കെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ പുതിയ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ പണ്ടത്തെ ജീവിതവും കാര്യങ്ങളും അല്ലേ, നമ്മൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നു, വേദപാഠം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കാര്യത്തിനെക്കുറിച്ചും ഒക്കെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അതുപോലെ സ്കൂളിലൊക്കെ പോയ കാര്യങ്ങളും നമ്മൾ ചെറിയ വഴി, കല്ലും മണ്ണും കുപ്പിച്ചിലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ ഓടിച്ചാടി കടന്നവരല്ലേ നമ്മളൊക്കെ അല്ലേ. ആ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ എന്നോട് പിള്ളേർ ചോദിക്കുവാണേ, നമുക്കത് പണ്ട് കാറുണ്ടായിരുന്നു എന്നൊക്കെ. അവരുടെ വിചാരം പണ്ട് ഇപ്പം എല്ലാ വീടുകളിലും കാറുണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, പണ്ട് മമ്മി സ്കൂളിൽ പോയപ്പോൾ കാറുണ്ടായി. ഞാൻ പറഞ്ഞു, പണ്ട് കാറൊന്നുമില്ല, ഇത് കാൽനട വണ്ടിക്കാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ കഥകളും കാര്യങ്ങളും കുട ചൂടി പള്ളിയിൽ പോയ കാര്യങ്ങളൊക്കെ പള്ളിയിൽ പോയപ്പോഴത്തേക്കും അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. എന്നാലും ആ പഴയ ഒരു ജീവിതം അല്ലേ, പഴയ കാലഘട്ടം നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ. എന്ത് സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ടത്തേക്ക്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചോറാണ് ഒരു ചെറിയ കുക്കറി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വൻപയർ തോരനാണ്. ഞാൻ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, ഒന്ന് വേവിക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നെ നമ്മൾ വൻപയർ തോരനും, പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും, പിന്നെ ഒരു വെജിറ്റബിൾ കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല കേട്ടോ, ഇന്ന് ഓഫാണ്. പിന്നെ ഇന്നിപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. വേദപാഠ കാര്യങ്ങളൊക്കെ ഇപ്പം ആനുവൽ വെക്കേഷൻ്റെ സമയമായില്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും വേദപാഠം, നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഫ്രൂട്ട് ഇന്നലെ ഞാൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ പോയപ്പോഴത്തേക്കും മേടിച്ചാണ്. ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്, ഫ്രൂട്ടാണേ. ഇതെന്നാന്ന് വെച്ചാൽ ഷാരൺ ഫ്രൂട്ട്, അല്ലെങ്കിൽ ഇതിനെ പേഴ്സിമൺ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഒരു മുട്ടപ്പഴത്തിൻ്റെ, എല്ലാവരും പറഞ്ഞ മുട്ടപ്പഴത്തിൻ്റെ ഇതാണ്, പക്ഷെ മുട്ടപ്പഴത്തിൻ്റെ അതുപോലെയല്ല. ഇതിൻ്റെ അകത്ത് നല്ല സ്ക്വീസിയാണ്, നന്നായിട്ട് നല്ല മധുരമാണ്. ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. പിന്നെ മുട്ടപ്പഴം എന്ന് പറയുമ്പോഴത്തേക്ക് അകത്ത് നമ്മുടെ മുട്ടയുടെ ഉണ്ണിയുടെ ഒരു ഉണ്ണി ഇരിക്കുന്ന പോലെയല്ല നമ്മുടെ നാട്ടിലത്തെ മുട്ടപ്പഴത്തിൻ്റെ അകംഭാഗം. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകുഭാഗം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുവും കാര്യങ്ങളൊന്നുമില്ല. ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ, ഇത് എപ്പം മേടിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തീരുന്ന നല്ല ചിലവുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇതെപ്പം മേടിച്ചാലും പെട്ടെന്ന് തീരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരമാണ്. പിള്ളേർക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇനി വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. 1 പൗണ്ടോ സംതിങ്ങേ ഉള്ളൂ.
ഈ ഫ്രൂട്ട് നന്നായിട്ട് ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അകന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടപ്പഴത്തിൻ്റെ ആ ഒരു ഇതല്ല കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ നല്ല കുത്തുമ്പോഴത്തേക്ക് നല്ല വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഞാൻ കഴിക്കാമേ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ. ഇതിനകത്ത് നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് കേട്ടോ. ഇത് ഈ ചെറിയ കറുപ്പൊക്കെ അത് ചീത്തയൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് പഴുക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ്. ഇതാണ്ട് ഞാൻ നമ്മുടെ പാനിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കടുകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി സവോളയും മുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും ഇതിനകത്തിട്ട് വഴറ്റുവാണേ. അതിനിടയ്ക്ക് കുക്കർ അടിച്ചപ്പോൾ ഞാൻ പേടിച്ച് പോയിട്ട് പെട്ടെന്നൊരു കുക്കർ തീ. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വൻപയറൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും പല രീതിയിലായിരിക്കാം ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കറിവേപ്പില അതിനകത്തിട്ടു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ തകർപ്പൻ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തോരൻ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വൻപയർ കുക്കറിലൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ നല്ല ചാറും ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ എന്തായാലും തോരനാക്കാൻ പറ്റത്തില്ല, ഇത് ചാറാക്കി. ചാറ് കളയുന്നത് ശരിയല്ലല്ലോ. കാരണം ചാറിനകത്ത് ആണല്ലോ നമ്മുടെ കുക്കറിൽ അടിച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ചാറുണ്ടാവില്ല. അപ്പോൾ ആ ചാറിനകത്താണല്ലോ നല്ല എല്ലാം അതിൻ്റെ വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, പ്രോട്ടീൻസും ഒക്കെ ഉള്ളത് അതിനകത്തല്ലേ. അപ്പം അത് കളയുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് ഞാൻ ഇതിനെ അങ്ങോട്ട് ഇന്ന് വൻപയർ കറിയായിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പത്തലമുളക് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. ചേതന ഇതാട്ടെ, നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടെ സൂപ്പർ കറി. ഇനി ഉച്ചയ്ക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ എങ്ങോട്ട് അടിച്ച് കീറ്റാം അല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൻപയർ കറി. ഉപ്പൊക്കെ നേരത്തെ ഇട്ടതാണ് കേട്ടോ, ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.